അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്ത്. ആരാണിന്ന് നോമ്പനുഷ്ഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. മൂത്താപ്പയുടെ വീട്ടിലേക്ക് ഉസ്താദും ഒന്നിച്ചു പോകുമ്പോൾ ഖാലിദ് ഈ സംഭവം ഓർത്തു. മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്തു ചെന്നിരുന്നു. മൂത്താപ്പ, വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഉസ്താദ് പറയുകയാണ്, അങ്ങനെ പറയരുത്. മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ഇതിൻ്റെ അർത്ഥം, ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഉസ്താദ് ഉപദേശിച്ചു. നിങ്ങൾ ക്ഷമിക്കൂ. രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് മൂത്താപ്പയുടെ രോഗം കലശലാക്കി. മൂസ ഹാജി അദ്ദേഹത്തെ ഖിബ്ലയ്ക്ക് തിരിച്ച് കിടത്തി. എല്ലാവരോടും യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. മൂത്താപ്പയുടെ ചുണ്ടനങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം നിലച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചുറ്റും കൂടിയവർ പറഞ്ഞു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മൂസാ ഹാജി മയ്യിത്തിന്റെ 2 കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മുർദാവിലേക്ക് കെട്ടിവെച്ചു. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണിക്കൊണ്ട് മയ്യിത്തിനെ പുതപ്പിച്ചു. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ഖാലിദിന് ഹദീസ് ഓർമ്മയിൽ വന്നു. എല്ലാവരും സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. പ്രാർത്ഥന നടത്തി. ഖാസിം ഹാജി മരണപ്പെട്ടിരിക്കുന്നു. ജനാസ നിസ്കാരം വൈകുന്നേരം 5 മണിക്ക് നടക്കും. മസ്ജിദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അക്സിറു സിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കോ. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുബയ്യിൻ. അതിൽ 1, ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാര്യങ്ങൾ ഏതെല്ലാം? നോമ്പനുഷ്ഠിക്കുക, ജനാസയെ അനുഗമിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, രോഗിയെ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തത്, മരിച്ച ആൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വഴിക്ക് വഴി എഴുതുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലി
മയ്യത്തിന്റെ 2 കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർദാവിലേക്ക് കെട്ടിവെച്ചു. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. 3. ഉസ്താദ് ഖാലിദിന്റെ മൂത്താപ്പയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ക്ഷമിക്കുക. രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റില്ലാതെ അതുപോലെ തന്നെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. 1ാമത്തത് അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. 2ാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3. സൂറത്തു യാസീൻ. 4. അക്സിറു ദിക്ര ഹാദിമിൽ ലസ്സാത്ത് അൽ മൗത്ത്. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന. അർത്ഥം എഴുതാനുള്ളതാണ്. 1. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹിനുള്ളതാണ്, തീർച്ചയായും അവനിലേക്ക് തന്നെ നാം മടങ്ങും. 2. അക്സിറു ദിക്ര ഹാദിമിൽ ലസ്സാത്ത് അൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. 3. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.